ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന നക്ഷത്രക്കാര്, ഞാനീ പറയുന്ന ഒരു ചെറിയ ഒരു വസ്തു കണി കണ്ടുണർന്നാൽ വലിയ സമ്പന്നനും ലക്ഷാധിപനും വലിയ കോടീശ്വരനും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം അല്ലെ രാശി ഉണ്ടായി തുടങ്ങുക എന്നുള്ളതാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ചില നക്ഷത്രങ്ങളിൽ പണം സൂക്ഷിക്കാൻ തുടങ്ങിയാൽ പണം വലിയ രീതിയിൽ അത് വലിയ സാമ്പത്തികമായിട്ട് വരും. ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയാൽ ആ നക്ഷത്രങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചില നക്ഷത്രങ്ങളിൽ പണം കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യരുത്. നമ്മളുടെ എല്ലാം ഒരു സാമ്പത്തികമെല്ലാം ഇല്ലാതാകുന്ന ഒരു കാര്യമാണ്. ചില നക്ഷത്രങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല. അങ്ങനെയുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ പുണ്യാത്മാക്കളുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു ആരും പറഞ്ഞു തരാത്ത ലളിതമായ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. അവധൂതന്മാരുടെ ചില രഹസ്യങ്ങൾ. അത് കാണാൻ പറ്റുന്നത് ഭാഗ്യം, കേൾക്കാൻ പറ്റുന്നത് ഭാഗ്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ അവധൂതന്മാരുടെ ഞാൻ മനസ്സുകൊണ്ട് വണങ്ങാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഇപ്പോഴും ഉണ്ട് ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റുകൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു നന്മ പറയുന്നുണ്ടെങ്കിൽ, നന്മ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ അവധൂതന്മാരെ വണങ്ങാൻ തുടങ്ങിയ പിന്നാണ്. അപ്പൊ അത് അവധൂതന്മാരുടെ ചില രഹസ്യങ്ങൾ, ആരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ, നിങ്ങൾക്കും ആ അനുഗ്രഹം കിട്ടാനുള്ള ചില വഴികൾ, അത് എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് അത് ഞാൻ അവസാനം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി പുണ്യാത്മാക്കളുടെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഇപ്പം യമദൂതന്മാരുടെ അനുഗ്രഹമുള്ള എനിക്ക് പലരെ അറിയാം. സ്വന്തമായി ബിസിനസ്സുകളെ, ഒരു കടയിലൊക്കെ നിൽക്കുന്ന ആളെ പോലും സ്വന്തമായി ബിസിനസ്സുകളെ, സ്വന്തമായി പ്രസ്ഥാനങ്ങളെ, അതുപോലെ തന്നെ സ്വന്തം വളരെ വലിയ രീതിയിൽ ഫേമസ് ആകുന്ന ഒക്കെ ആളുകളുണ്ട്. നിമിഷം മതി ജീവിതം മാറാൻ. അപ്പൊ ഞാൻ അതും പറയുന്നുണ്ട്. അവസാനമൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് നിങ്ങൾ അറിയണം. ഞാൻ അറിഞ്ഞ നന്മ നിങ്ങളും അറിയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അത് ആവശ്യം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇനിയും അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ചുരുക്കിയ മെസ്സേജ് ചെയ്യാവുള്ളൂ. എനിക്ക് അറിയാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞു തരും, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരത്തുള്ളൂ. അതിന് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി വിശകലനം ചെയ്യുന്നതിനൊരു നിശ്ചിത ഫീസ് ഉണ്ട്. അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. ലളിതമായ ഇതേ ഫീസേ ഉള്ളൂ. പിന്നെ അത് എപ്പോഴും ഞാൻ തിരക്കിലാണ്. അത് വിശകലനം ചെയ്യാൻ ഒരുപാട് പിന്നെ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലാത്തവരുണ്ട്. അതൊക്കെ സമയം പോലെ ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യും. ഇപ്പം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഒരു അമ്മയാണ്. അമ്മയുടെ ഒരു മോന് ജോലിക്കാരത്തിന് വേണ്ടിയായിരുന്നു. അപ്പം ഞാൻ ശനിയാഴ്ച രാവിലെ ശിവഭഗവാന് രണ്ട് പഴുത്ത കദളിപ്പഴവും കൂവളത്തിലെ അർച്ചനയും പറഞ്ഞു. വ്യാഴാഴ്ച കൃഷ്ണന് ത്രിമധുരം ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും രാവിലെ പറഞ്ഞു. ഇത് രണ്ടും സാധിക്കുന്ന പോലെ കുറച്ച് അവർ ആവർത്തിച്ചു. മുരുകന് പഞ്ചാമൃത അഭിഷേകം പറഞ്ഞു. ഇതൊക്കെ അവർ കുറച്ച് ആവർത്തിച്ചു. ആ അമ്മയുടെ മോന് ഷിപ്പിൽ എഞ്ചിനീയറായിട്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി. അത് ആദ്യത്തെ ഇതിൽ തന്നെയൊക്കെ പാസ്സാകാൻ പറ്റി. അതിനെക്കുറിച്ചുള്ള ഒരു വന്ന ന്യൂസാണ്. അപ്പോൾ അതെനിക്ക് അമ്മ വാട്സപ്പിൽ ഇട്ട് തന്നു. വലിയ സന്തോഷം. കാരണം ഞാൻ അങ്ങനെ നന്മയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് എൻ്റെ ഫലമാണ്. അപ്പോൾ ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു. ആ ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു ആദ്യത്തെ ഒരു അവസരങ്ങളിൽ തന്നെ ആ ജോലി കിട്ടി. ഷിപ്പിൽ എഞ്ചിനീയറായിട്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട്. അപ്പം അതൊരു എന്നോട് ഇതുപോലെ വാട്സപ്പിൽ ചോദിച്ചതാ, ഞാനത് വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തതാ. അപ്പോൾ അത് വലിയ സന്തോഷം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടാം. ചുരുക്കി ഇടാവുള്ളൂ, വലിയ കഥയായിട്ട് ഇടരുത്. ഞാനതിന് റിപ്ലൈ തരും. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ, ഹൃദയത്തിൽ നിന്നേ പറയത്തുള്ളൂ. നിങ്ങളത് ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ആ കുടുംബം അത് രക്ഷപ്പെടും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരുവാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അപ്പം ഞാനീ പറയുന്ന നക്ഷത്രക്കാരെ കുറിച്ച് കുറെ നക്ഷത്രക്കാരുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറയാൻ പോകുന്നത് അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാര് DNA അസ്ട്രോളജി അനുസരിച്ച്, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് സൂര്യകർമ്മയുള്ളവരാണ്.
അപ്പോൾ ഇവര് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് എന്ന് വെച്ചാൽ കണി കാണുക എന്ന് വെച്ചാൽ കണ്ണടച്ചുകൊണ്ട് പോയി കണി കാണാൻ, കണ്ണടച്ചിട്ട് പോയി കണി കാണാനല്ല. നിങ്ങൾ കിടക്കപ്പായിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത ശേഷം കൃഷ്ണന്റെ ഒരു ഫോട്ടോ വെച്ച് ആ ഫോട്ടോയുടെ മുന്നിൽ ചുമന്ന പട്ട് ചെറുതായിട്ട് മടക്കി വെച്ച് ആ ചുമന്ന പട്ട് ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് നിങ്ങൾ കൃഷ്ണനെ തൊഴണം. ചുവന്ന പട്ട് തൊട്ട് ക്ലീം എന്ന് ജപിച്ച് കൃഷ്ണനെ തൊഴണം. ഈ ചുമന്ന പട്ട് ഈ നക്ഷത്രക്കാരെ കണി കണ്ടാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അതൊരു രഹസ്യമാണ്. കാരണം ഈ സൂര്യകർമ്മ ഉള്ളവരാണ് ഇവർ. സൂര്യന് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വലിയ മാറ്റം വരുത്തുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പം നിങ്ങൾ എഴുന്നേറ്റ് കൃഷ്ണന്റെ ഫോട്ടോയുടെ അവിടെ ചുമന്ന പട്ട് വെക്കണം. നിങ്ങൾ ആ പട്ടയെ നോക്കി മനസ്സിൽ ക്ലെയിം എന്ന് ജപിച്ച് ആ പട്ടയെ തൊട്ട് ഭഗവാനെ വണങ്ങണം. ഇത് എല്ലാ ദിവസവും രാവിലെ ചെയ്യണം. ഇത് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. അപ്പോൾ ഈ ചുമന്ന പട്ട് നമ്മൾ ഈ ജൗളിക്കട മേടിക്കാൻ കിട്ടും. ഒരു ചെറുതായിട്ട് മേടിച്ച് മടക്കി വെച്ചാൽ മതി. ഒരുപാടൊന്നും വേണ്ട. ഒരു നിങ്ങളിപ്പോൾ 1/2 മീറ്ററോ ഒക്കെ കുറവ് കിട്ടത്തില്ലല്ലോ. അപ്പം നിങ്ങൾ 1/2 മീറ്റർ ആണെങ്കിലും മേടിച്ചിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്ത് ചെറുതായിട്ട് മടക്കി വെച്ചാൽ മതി. ഒരുപാട് വലിപ്പത്തിൽ വേണ്ട. ഒരു പുസ്തകത്തിന്റെ ഇങ്ങനെ ഇത്ര ഒരു വലിപ്പത്തിൽ മടക്കി വെച്ചാൽ മതി. കട്ട് ചെയ്തിട്ട് 4ആയിട്ട് മടക്കി അത് കൃഷ്ണന്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കണം. എന്നിട്ട് നിങ്ങൾ ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ചു വേണം അതേ തൊട്ട് തൊഴുക, ഭഗവാനെ തൊഴുക. ചുവന്ന പട്ടയെ തൊട്ട് ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് ചുവന്ന പട്ടയെ തൊട്ട് ഭഗവാനെ തൊഴുക. നിത്യേന രാവിലെ ചെയ്യുക. ഇത് ദിവസവും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികം കടന്നു വരും. ഭഗവാന് നിങ്ങൾക്ക് ആ ചുമന്ന ആ ചുമന്ന പട്ടെന്നുള്ള ആ ഒരു ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് രാവിലെ എന്നും അങ്ങനെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ വലിയ ഐശ്വര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില നിറങ്ങളും ചില നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് ചില ബന്ധങ്ങളുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ അത് ആ മന്ത്രം കൂടെ ചേർത്ത് ഇപ്പൊ ഈ ദേവതയും കൂടെ, ഇത് കൃഷ്ണനെയാണ്, കൃഷ്ണന്റെ മുന്നിലാണ്. ആ ദേവതയും ആ നിറവും മന്ത്രം കൂടെ കണക്റ്റ് ആകുമ്പോൾ അങ്ങനെ നിങ്ങൾ രാവിലെ അത് ഉണർന്ന് എഴുന്നേറ്റിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല, നിത്യേന ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കണ്ണടച്ചുകൊണ്ട് വന്നല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ണ് തുറന്ന് കിടക്കപ്പായിരുന്ന് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കണ്ണ് തുറന്ന് തന്നെ വന്ന് ചെയ്താൽ മതി. അല്ലാതെ കണി കാണുമെന്ന് വെച്ചാൽ കണ്ണടച്ചുകൊണ്ട് വന്ന് കണി കാണാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി കാർത്തിക, പൂരം, മൂലം, രേവതി ഇത് DNA അസ്ട്രോളജി അനുസരിച്ച്, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ചൊവ്വാകർമ്മ ഉള്ളവരാണ്. ഈ ചൊവ്വാകർമ്മ ഉള്ളവരും ഇതുപോലെ ചുമന്ന പട്ട് കൃഷ്ണന്റെ മുന്നിൽ വെച്ച് രാവിലെ കണ്ണ് തുറന്നുകൊണ്ട് കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ വന്ന് ഇങ്ങനെ ആ പട്ടയെ തൊട്ട് മനസ്സിൽ ക്ലെയിം എന്ന് ജപിച്ച് പട്ടയെ തൊട്ട് ഭഗവാനെ ഇങ്ങനെ തൊഴുന്നത് നല്ലതാണ്. ഇത് രാവിലെ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് ഈ കുറച്ച് നക്ഷത്രക്കാരുടെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയണമെന്ന് വെച്ചായിരുന്നേ. പക്ഷെ ഇതെല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യും, സാറേ ഞങ്ങൾ എന്താ ചെയ്യുന്നു ബാക്കി നക്ഷത്രക്കാർ. അതുകൊണ്ട് ഞാൻ 27 നക്ഷത്രക്കാരുടെയും പറഞ്ഞുതരാം ഏത് നിറമുള്ള പട്ടിലാണ് തൊഴേണ്ടതെന്ന്. അത് എൻ്റെ ഒരു നീതിബോധം, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ബാക്കി നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞുതരാം. ഞാനൊരു 8 നക്ഷത്രക്കാരെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ പണം ഒരു പ്രത്യേക ദിവസം സൂക്ഷിച്ചാൽ, ഒരു പ്രത്യേക നക്ഷത്രത്തിൽ സൂക്ഷിച്ചു തുടങ്ങിയാൽ വർദ്ധിച്ചു വരും. ആ കാര്യവും പണം കൊടുക്കൽ വാങ്ങൽ ചെയ്യേണ്ടാത്ത ചില നക്ഷത്രങ്ങളും അവധൂതന്മാരുടെ രഹസ്യം, ഇത്രയും പറയാൻ ഉദ്ദേശിച്ച് ഏതായാലും ബാക്കി നക്ഷത്രങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരാം. കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണുമല്ലോ. ഏത് നിറമാണ് ഞങ്ങൾ ഇതുപോലെ പട്ടിന്റെ രൂപത്തിൽ ഏത് നിറത്തിലാണ്, ഏത് ദേവതയ്ക്കാണ് ഞങ്ങളും രാവിലെ തൊഴേണ്ടതെന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യം കാണും. അതുകൊണ്ട് അടുത്ത നക്ഷത്രം പറയുന്നത് ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി. ഈ നക്ഷത്രങ്ങൾ ഒന്നുകൂടെ പറയാം. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി. ഈ നക്ഷത്രങ്ങൾ ചന്ദ്രകർമ്മമായി വരുന്നതാണ് DNA അസ്ട്രോളജി അല്ലെ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. അപ്പോൾ ഈ നക്ഷത്രക്കാര് രാവിലെ ഇതുപോലെ അവര് വെള്ളപ്പട്ട് ദേവിക്ക് മുന്നിൽ, അത് ഏത് ദേവിയാകാം, ലക്ഷ്മി ദേവിയോ അല്ലെ നിങ്ങളുടെ കുടുംബദേവതയോ അല്ലെ ഭദ്രകാളി അമ്മയോ, ഏത് ദേവി വേണേലും ആകാം, ദേവിക്ക് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ആ ക്ലെയിമൊന്ന് ജപിച്ച, മനസ്സിൽ ജപിച്ച ആ വെള്ളപ്പട്ട തൊഴുത് ദേവിയെ പ്രാർത്ഥിക്കുക. നിത്യേന രാവിലെ ചെയ്യുക. അപ്പൊ അവരുടെ ആ ഒരു ജീവിതത്തിലെ ഭാഗ്യവുമായിട്ട് അത് കണക്റ്റ് ആകും. വെള്ളപ്പട്ട്, പിന്നെ ക്ലെയിം എന്ന മന്ത്രം, പിന്നെ ദേവി, ഈ 3 കോമ്പിനേഷനോടെ വരുമ്പം അവരുടെ ജീവിതത്തിൽ അത് കൂടുതൽ ഭാഗ്യങ്ങള്, അവസരങ്ങള്, ഉയർച്ച, സമ്പത്ത് ഇതെല്ലാം ഉണ്ടായി വരും എന്നുള്ള രാവിലത്തെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട്. ചെയ്തു നോക്കുക ഒരു കാര്യം. ഇത് നമ്മൾ പറയുന്നതിന് അത് വലിയ അർത്ഥമില്ല. ദിവസവും ചെയ്ത് നോക്കണം.
ദിവസവും ചെയ്യുക. ഒരു തവണ ചെയ്തുകൊണ്ട് ചില ഫലം ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകാം. നമ്മൾ ദിവസവും ചെയ്യുക, നല്ല കാര്യമാണ്. ഇതിന് ശുദ്ധിയോ ഒന്നുമില്ല, നിത്യേന ചെയ്യുക. അപ്പൊ ഈ ഞാൻ പ്രത്യേകം പറയുന്ന ഈ പട്ട് നിങ്ങൾ ഇത്രയും മതി, 4ആയിട്ട് മടക്കി, ഒരുപാട് വലിപ്പത്തിലൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഇത്രയും മതി. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇപ്പൊ 1/2 ലിറ്റർ എന്നല്ല, 1/2 മീറ്ററിൽ കുറവ് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തില്ല. അപ്പൊ 1/2 മീറ്റർ മേടിച്ചാൽ ഇത്രയും കട്ട് ചെയ്ത് 4ആയിട്ട് ഒരു 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 ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്ത് 4ആയിട്ട് ചെറുതായിട്ട് വെച്ചാൽ മതി ഫോട്ടോയുടെ മുന്നിൽ. അധികം വലിപ്പത്തിലൊന്നും വെക്കണ്ട കേട്ടോ. അതിനകത്തൊക്കെ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അവർ കണക്ക് ചെയ്യുമ്പോഴാണ് അത് ബലം ഉണ്ടാകുന്നത്. ഒരു പേപ്പറിന്റെ ഒരു A4 സൈസ് പേപ്പറിന്റെ വലിപ്പത്തിൽ അങ്ങ് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? ഈ ഒരു വലിപ്പത്തിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചാൽ മതി. ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രക്കാര് രോഹിണി, ഉത്രം, പൂരാടം. ഇവർ ബുധകർമ്മ വരുന്നവരാണ്. DNA ആസ്ട്രോളജി അനുസരിച്ച്, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ഇവര് പച്ചപ്പട്ട് കൃഷ്ണന്റെ മുന്നിൽ ഇതുപോലെ വെക്കണം. വെച്ച് രാവിലെ വന്ന് ക്ലീമെന്ന് മനസ്സ് ജപിച്ച് ഈ പട്ടയെ തൊട്ട് ഭഗവാനെ തൊഴുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ നിങ്ങളുടെ കിടക്കപ്പായി ഇരുന്നുള്ള പ്രാർത്ഥനയെല്ലാം ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കണ്ണ് തുറന്ന് ചെയ്തുകൊണ്ട് കഴിഞ്ഞ്, കണ്ണ് തുറന്നുകൊണ്ട് തന്നെയാണ് വരുന്നത്. കണി കാണുമെന്ന് പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് വരരുത് കേട്ടോ. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, വീണ്ടും ഞാൻ പറയുന്നു. നമ്മൾ കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥന എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വന്ന് തൊഴുതാൽ മതി, കണ്ണ് തുറന്ന് തന്നെ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഇനിയും തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നക്ഷത്രക്കാർ ശുക്രകർമ്മയുള്ളവരാണ്. അപ്പൊ ശുക്രകർമ്മയുള്ളവര് അവരും വെള്ളപ്പട്ട് കൃഷ്ണൻ ഇതുപോലെ വെച്ച് രാവിലെ വന്ന് കിടക്കപ്പായി എന്നുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് വെള്ളപ്പട്ടെ തൊട്ട് കൃഷ്ണനോട് എന്താവശ്യപ്പെടണം? സാമ്പത്തികം, എനിക്ക് അന്നന്ന് ജീവിക്കാനുള്ള സാമ്പത്തികം നൽകണം, എനിക്ക് എല്ലാവരും വശമായിരിക്കണം, എനിക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകണം, ഞാൻ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം നൽകണം, എനിക്ക് എപ്പോഴും അവിടുത്തെ സഹായം ഉണ്ടാകണം ഭഗവാനെ എന്ന് നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കണം. ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് പ്രാർത്ഥിക്കണം. ഈ പട്ടയെ തൊട്ട് ക്ലെയിം എന്ന് ജപിച്ച് നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കണം. എന്ന് ഭഗവാന് നന്ദിയും കൂടെ പറയണം. എല്ലാ നക്ഷത്രക്കാരും ഈ പ്രാർത്ഥിച്ചിട്ട് അവസാനം നന്ദിയും കൂടെ പറയണം. ഭഗവാനെ എല്ലാത്തിനും നന്ദി. എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയണം. അതായത് ഇപ്പോഴെനിക്കുള്ള എല്ലാ സൗഭാഗ്യത്തിനും നന്ദി, ബാക്കിയെല്ലാം വന്നോളും. അതും കൂടെ പ്രാർത്ഥനയുടെ അവസാനം പറയണം കേട്ടോ. എങ്കിലേ അത് ആ ഒരു പെട്ടെന്ന് ഫലം കിട്ടത്തുള്ളൂ. അതോട് ഓർത്തുകൊള്ളുക. ഇനി ഞാൻ പറയാൻ പോകുന്ന പുണർതം, ചോതി, അവിട്ടം ഈ നക്ഷത്രക്കാര്. അപ്പൊ ഈ തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നക്ഷത്രക്കാര് വെള്ളപ്പട്ട് ദേവിയുടെ മുന്നിലാണ് കേട്ടോ, കൃഷ്ണന്റെ മുന്നിലല്ല കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നക്ഷത്രക്കാര് ചന്ദ്രകർമ്മ വരുന്നവരാണ്. ഇവർ ദേവിയുടെ മുന്നിൽ, ഭദ്രകാളി ആയിക്കോട്ടെ, കുടുംബദേവത ആയിക്കോട്ടെ, ലക്ഷ്മി ദേവി ആയിക്കോട്ടെ, ഏത് ദേവിയാകാം, ദേവിയുടെ മുന്നിലാണ് വെള്ളപ്പട്ട് വെച്ച് ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് ദേവിയോടാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. പുണർതം, ചോതി, അവിട്ടം ഞാനത് കൃഷ്ണൻ എന്നാണ് നേരത്തെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനല്ല. ഈ 3 നക്ഷത്രക്കാർ തിരുവാതിര, ചിത്തിര, തിരുവോണം ദേവിക്ക് മുന്നിൽ കേട്ടോ. അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്, ക്ലിയർ ചെയ്യുകയാണ്, വ്യക്തമാക്കുകയാണ്. ഇനി പുണർതം, ചോതി, അവിട്ടം ഈ നക്ഷത്രക്കാര് അവർ ശനികർമ്മയുള്ളവരാണ്. അവർ നീലപ്പട്ട് കൃഷ്ണന് മുന്നിൽ ഇതുപോലെ വെച്ച് രാവിലെ എഴുന്നേറ്റ് ക്ലെയിം എന്ന് ജപിച്ച് പട്ട തൊട്ട് ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് സമ്പത്ത് ആവശ്യപ്പെടുക, ഉയർച്ച ആവശ്യപ്പെടുക. പിന്നെ എനിക്ക് നൽകിയ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് മനസ്സിൽ സന്തോഷത്തോടെ ഭഗവാനോട് പറയണം. എല്ലാം ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റം വരും. ഇനിയും പറയാൻ പോകുന്നത് പൂയം, വിശാഖം, ചതയം ഈ നക്ഷത്രക്കാര് അവരും നീലപ്പട്ട് തന്നെയാണ്, കൃഷ്ണനാണ് സമർപ്പിച്ച് ഇതുപോലെ അവിടെ വെച്ചേക്കണം, പട്ട് അവിടെ വെച്ചേക്കണം. പിന്നെ അത് പട്ട് മോശമായി കഴിയുമ്പോൾ നമുക്കതെടുത്ത് കളയാം. അത് എവിടെയാണെന്ന് വെച്ചാൽ കളയാം, കത്തിക്കുകയോ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ കളയാം. അതിനുശേഷം ഇത് ചെളി പറ്റി അല്ലെ മോശമാകുമ്പോൾ പുതിയ പട്ട് വെച്ചേക്കണം. അത് ചിലപ്പോൾ ഒരു പട്ട് വെച്ചാൽ ഒരു 3-4-5 മാസമൊക്കെ വലിയ ചെളിയാകാതിരിക്കും. അതൊക്കെ ഉപയോഗിക്കാം, അത്രയൊക്കെ ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ പട്ട് വെച്ച് പ്രാർത്ഥിക്കണം. ഒരു പട്ട് അത് തീരെ മോശമായി കഴിഞ്ഞാൽ അടുത്തത് പട്ട് മാറ്റി വെക്കണം. പഴയ പട്ട് വെള്ളത്തിലോ അല്ലെ എവിടെയാണെന്ന് വെച്ചാൽ കത്തിക്കുന്നിടത്തോ ഒക്കെ കളയാം, പുതിയ പട്ട് വെക്കണം. അങ്ങനെ എപ്പോഴും ഇങ്ങനെ പട്ട് ഭഗവാന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. അതൊരു ഐശ്വര്യമാണ്, മനസ്സിലായല്ലേ? അപ്പൊ ഇത് നിത്യേന നിങ്ങൾ രാവിലെ ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. ക്ലെയിമെന്ന എല്ലാവരും ജപിക്കേണ്ട മന്ത്രം മനസ്സിൽ ക്ലെയിമെന്ന കേട്ടോ, അതിൽ മാറ്റമില്ല. പിന്നെ ചില നക്ഷത്രക്കാർ ദേവിയാണ്, ചില നക്ഷത്രക്കാർ കൃഷ്ണനെയാണ്, അത്രയേ ഉള്ളൂ. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് ദിവസവും ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം തന്നെ പറഞ്ഞില്ലേ, ഒരാൾക്ക് ആ ജോലിയുടെ, പിന്നെ എത്രയോ ആളുകൾ
എത്രയോ അനുഭവങ്ങൾ എല്ലാം ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇനിയും പറയാൻ പോകുന്നത്, ചില നക്ഷത്രങ്ങളിൽ പണം സൂക്ഷിക്കാൻ തുടങ്ങിയാൽ പണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരും എന്ന് വെച്ചാൽ അത് നമുക്ക് അതിനുള്ള പുതിയ വരുമാന മാർഗങ്ങൾ വരും, അങ്ങനെ പണം വരുമെന്നോ. അപ്പൊ ചില നക്ഷത്രങ്ങളിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയാൽ പണം നമ്മൾ വലിയ സമ്പാദ്യം ഉണ്ടായി വരും. അത് ഏത് നക്ഷത്രങ്ങളാണെന്ന് പറയാം. ഉത്രം, അവിട്ടം, തിരുവാതിര, രോഹിണി, ഈ നക്ഷത്രങ്ങളിൽ പണം സൂക്ഷിക്കാൻ തുടങ്ങിയാൽ പണം വലിയ രീതിയിൽ സമ്പാദ്യം കൂടിക്കൂടി വരും. ഈ നക്ഷത്രങ്ങളിൽ സൂക്ഷിക്കണം, പണം സമ്പാദ്യം കൂടിക്കൂടി വരും എന്നുള്ളതാണ്. ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്, നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും മാറ്റം ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അല്ല ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നതിനകത്തോ ചുമ്മാ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തോ എപ്പോഴും രാജയോഗം വരും അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഉയർച്ച ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നതിനകത്തോ കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആക്ട് ചെയ്യണം, പ്രവൃത്തി ചെയ്യണം, കർമ്മം ചെയ്യണം, മാറ്റത്തിനുള്ള കാര്യം ചെയ്യണം, അപ്പോഴേ മാറത്തുള്ളൂ. പിന്നെ അല്ലാതെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഒരു റിസൾട്ടാണത്. നമ്മൾ നേരത്തെ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ട് ആ മാറ്റങ്ങൾ. എപ്പോഴും നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളൊരു പ്രാർത്ഥന ആയിക്കോട്ടെ, ഒരു സത്പ്രവൃത്തി ആയിക്കോട്ടെ, നല്ല ചിന്ത ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ജീവിതത്തിൽ വരുന്ന മാറ്റം. നമ്മൾ നേരത്തെ ചെയ്ത പല കാര്യങ്ങളിലെ മാറ്റം പിന്നീടായിരിക്കും വരുന്നത്. ഇനിയും ചില നക്ഷത്രങ്ങളിൽ പണം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. ഇനിയും നിവൃത്തിയില്ലെങ്കിൽ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ചെയ്യാം, പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം കൊടുക്കൽ വാങ്ങൽ, പക്ഷെ പറ്റുമെങ്കിൽ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. കാർത്തിക, മകം, ചിത്തിര, മൂലം, രേവതി, ഈ നക്ഷത്രങ്ങൾ നമ്മൾ പണം കൈമാറ്റം, കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക നല്ലതാണ്. അത് ശ്രദ്ധിക്കുക നല്ലതാണ്. ഇനിയിപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അതിനെ തെറ്റില്ല, ഈശ്വരനെ വിളിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ നമുക്ക് നല്ലതെന്ന് നമുക്ക് തിരിച്ചു കിട്ടാമെന്ന് ഉറപ്പുള്ളവർക്കേ ചെയ്യാവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങൾക്ക് വേറൊരു അവധൂത രഹസ്യം പറഞ്ഞു കഴിഞ്ഞു. ഒരു രഹസ്യം പറഞ്ഞുതരാം. അതായത് അവധൂത രഹസ്യം പറയാം, അവധൂതന്മാരെ കുറിച്ച് പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവധൂതന്മാരെ സ്മരിക്കാൻ തുടങ്ങിയ പിന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നന്മ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവല്ല. ഞാൻ എന്ന് അവധൂതന്മാരെ സ്മരിക്കാൻ തുടങ്ങി അവരുടെ അനുഗ്രഹമാണ്. ഇതൊന്നും എൻ്റെ അറിവല്ല, എനിക്ക് കഴിവുമില്ല. അപ്പോൾ അവധൂതന്മാരെ കുറിച്ച് പറയാം. അപ്പം നിങ്ങളുടെ മനസ്സിൽ അവധൂതന്മാരെന്ന് പറയുമ്പോൾ ആരാന്നൊരു ചിന്ത വരും. ഇത് കണ്ടോ, ഇത് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ. ഇദ്ദേഹത്തിൻ്റെ സമാധി തിരുവനന്തപുരത്തുണ്ട്, ചെങ്കോട്ട് പോകണം. ഇദ്ദേഹം അവധൂതനാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു മനസ്സിലാകുമല്ലോ, അതിനുവേണ്ടി കാണിച്ചു. ഇത് ബ്രഹ്മശ്രീ പൂന്തുറ സ്വാമി, ഇദ്ദേഹവും തിരുവനന്തപുരമാണ്, സമാധിയായതാണ്, അവധൂതരാണ്. ആ ദൃഷ്ടി കണ്ടോ? ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഭ്രാന്തന്മാരായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇവർ ദിവ്യന്മാരാണ്. ഇവരുടെ ദൃഷ്ടി ഒന്നുകിൽ നേവരെയായിരിക്കും, സ്റ്റഡി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അല്പം കണ്ണുകൾ മുകളിലോട്ടായിരിക്കും ദൃഷ്ടി. ഇത് കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടി മുകളിലേക്കാണ്. മറ്റേ ഈ പൂന്തുറ സ്വാമിയുടെ ദൃഷ്ടിയാണെങ്കിൽ സ്ട്രെയിറ്റാണ്, സ്റ്റഡി ആയിരിക്കും ദൃഷ്ടി. അതാണ് ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേകത കാണും. അങ്ങനെയാണ് ഇവരെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഭ്രാന്തന്മാരുടെ അവധൂതനാന്ന് പറഞ്ഞ് പുറകെ പോകരുത് കേട്ടോ, അത് അവനെ ശ്രദ്ധിച്ചോണം. ഇനിയും അവധൂതന്മാരുടെ രഹസ്യം പറഞ്ഞുതരാം. അവധൂതന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് വ്യക്തിയുടെയും ജീവിതം മാറും. അതായത് വലിയ ജൗളിക്കടയൊക്കെ ഉണ്ടായവരെ, ബിസിനസ് ചെയ്തവരെ, ഒന്നുമില്ലായ്മ, അങ്ങനെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവധൂതന്മാരുടെ അനുഗ്രഹം ഉണ്ട്, പെട്ടെന്ന് ജീവിതം മാറും, എല്ലാ ജീവിതവും നടക്കും. ഇവർ ഈശ്വരന്മാർ തന്നെയാണ്. ഇവർ ആ കുണ്ടലിനി ശക്തി ഉണർത്തി ആ ഒരു അവസ്ഥയിൽ ലയിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ്. തുരീയം അല്ലെ തുരിയാതി തുരീയം, ആ അവസ്ഥയിൽ ഇരിക്കുന്ന പുണ്യാത്മാക്കൾ തന്നെയാണ്. ഇവർക്ക് പുണ്യം പാപമൊന്നുമില്ല. ഇവരുടെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തന്നാൽ, നമ്മൾ ഇവരെ ശല്യം ചെയ്യരുത്. അവധൂതന്മാരെ നമ്മൾ ചിലപ്പം പലയിടത്ത് വെച്ച് അവധൂതന്മാരെ ചിലപ്പം കാണാം. ചിലർക്കറിയാം, അവരെ കാണുമ്പോൾ അവർ ദൃഷ്ടി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വഴികളാണ്. ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും അവധൂതന്മാരെ കാണുകയാണെങ്കിൽ അവരെ അങ്ങോട്ട് പോയി ശല്യം ചെയ്യരുത്, മനസ്സുകൊണ്ട് അവരെ സ്മരിച്ച് അവരെ സ്മരിച്ച് അവരുടെ പാദങ്ങളെ സ്മരിച്ച് ഗുരുചരണം ശരണോ എന്ന് പറയുക, നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടും. രണ്ട്, ഈ അവധൂതന്മാരുടെ സമാധികളുണ്ട്. ഇപ്പോൾ ശിവപ്രഭാര സിദ്ധിയുടെ സമാധി ഓമല്ലൂരുണ്ട്, ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ ചെങ്കോട്ടുകോണം തിരുവനന്തപുരമുണ്ട്, പൂന്തുറ സ്വാമി, ഇങ്ങനെ എല്ലാം നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരുപാട് സമാധികളുണ്ട്. വട്ടിസ്വാമിയുടെ ഉണ്ട്,
പൂന്തുറ തക്കലസ്വാമിയുടെ ഉണ്ട്. ഒരുപാട് സമാധികളുണ്ട്. ഈ സമാധികളിൽ നിങ്ങൾക്ക് പോകാം. അവിടെ പോയിരുന്ന് നിങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: എനിക്ക് ജീവിക്കണം, അതെൻ്റെ ന്യായമായ അവകാശമാണ്. അതിനുവേണ്ടി എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാൻ വേണ്ട ധനം, സമ്പത്ത്, ഐശ്വര്യം, ബുദ്ധി, കഴിവൊക്കെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാം വന്നു ചേരും. എന്നിട്ട് ഈ അബദ്ധന്മാർക്ക് നിങ്ങൾ നന്ദി പറയണം. അവരുടെ പാദങ്ങളെ സ്മരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഗുരുചരണം ശരണം പറയണം. ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അവരെ ലയിച്ച് നിങ്ങൾ അഹങ്കാരമില്ലാതെ നിഷ്കളങ്ക ഭക്തിയോടെ അവരെ വിളിച്ച് അവധൂത സമാധിയിൽ നെയ് സമർപ്പിക്കാം, സാമ്പ്രാണി സമർപ്പിക്കാം, ഒരു ദക്ഷിണ സമർപ്പിക്കാം. ഇത് നിങ്ങളുടെ പക്കനാളിനോ പൗർണമി ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ഇതിലേതെങ്കിലും ദിവസം നിങ്ങൾ പോയി ചെയ്താൽ അവധൂതന്മാരുടെ അനുഗ്രഹം കിട്ടും. അവധൂതന്മാരുടെ അനുഗ്രഹം കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ടും എല്ലാ ദിവസവും രാവിലെ ഇവരെ സ്മരിച്ച് നന്ദി പറയുക. ഇപ്പൊ ഗുരുചരണം ശരണം ഇവരുടെ പാദങ്ങളെ സ്മരിച്ച് പറയുക. ഇവർക്ക് നന്ദിയും കൂടെ പറയണം. നൽകിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി എന്നുകൂടെ പറയുക. അപ്പൊ ഇവരുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും. അപ്പം നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. നമുക്ക് സമ്പത്ത് വരാൻ തുടങ്ങും. നമ്മുടെ ദുരിതങ്ങൾ മാറും. നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. ഇങ്ങനെ ഈ വലിയ വലിയ കാര്യങ്ങൾ നേടിയ പലർക്കും ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്, ചില കണക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവരാരും വെളിയിൽ പറയണമെന്നില്ല. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് 1600 വീഡിയോകളിലായിട്ട് ഇതുപോലെയുള്ള രഹസ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ സാമാന്യം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും. ഇതൊരു സാധാരണ വ്യക്തിക്ക് പറയാവുന്ന വിദ്യകളല്ല ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഭദ്രകാളി വിദ്യ ആയിക്കോട്ടെ, ശിവവിദ്യ ആയിക്കോട്ടെ, ശാസ്ത്രരഹസ്യങ്ങളായിക്കോട്ടെ, മുരുകന്റെ വിദ്യ ആയിക്കോട്ടെ, സാധാരണ ഒരു വ്യക്തിക്ക് പറയാവുന്ന കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരനല്ലെന്നല്ല പറഞ്ഞു വരുന്നത്. ഞാൻ സാധാരണക്കാരനാണ്. പക്ഷേ എന്നിലെ അസാധാരണമായ വിദ്യകൾ പറഞ്ഞുതരാൻ എനിക്ക് സാധിച്ചത് ഈ അവധൂതന്മാരുടെ അനുഗ്രഹവും അവർ തരുന്ന ജ്ഞാനവുമാണ്. ഞാൻ സ്ഥിരമായിട്ട് ശിവപ്രഭാകർ സിദ്ധിയോഗിയുടെ സമാധി പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഓമല്ലൂര്. അതുപോലെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരെ, ബ്രഹ്മശ്രീ പൂന്തുറ തക്കലസ്വാമി എല്ലാ ദിവസവും ഞാൻ വന്ദിക്കും. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ അഗസ്ത്യർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ എനിക്കൊരു കഴിവുമില്ല, മനസ്സിലായില്ല. എനിക്കൊരു അറിവുമില്ല, എനിക്ക് അറിവിന്റെ ഭാരമൊന്നുമില്ല. ഞാനിത് കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല, ശൂന്യതയാണ് ഈ പറഞ്ഞു തന്നു കഴിയുമ്പോൾ. ഇതൊക്കെ അവർ തരുന്ന ജ്ഞാനമാണ്. അപ്പൊ നിങ്ങൾ അവരെക്കുറിച്ച് അറിയണം, നിങ്ങൾക്കും അനുഗ്രഹം കിട്ടണം. അതുകൊണ്ടാണ് ഇനി പറഞ്ഞു തരുന്നത് അവധൂത രഹസ്യം. അത് ജീവിതത്തിലെ വലിയൊരു കാര്യം കേട്ടോ, അവധൂത രഹസ്യം. അപ്പൊ ഈ അവധൂതന്മാരെ നമ്മൾ ഇതുപോലെ 2 രീതിയിൽ അനുഗ്രഹം കിട്ടും. ഒന്ന്, അവരെ നമ്മൾ കാണുകയാണെങ്കിൽ അവരെ മനസ്സുകൊണ്ട് സ്മരിക്കുക. പിന്നെ അവർക്ക് നമുക്ക് അവധൂതനാണെന്ന് ആദ്യം ഉറപ്പിക്കണം. ചില ഭ്രാന്തന്മാരെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവധൂതനാണെന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോകരുത്. അവധൂതന്മാരെ നമുക്ക് പ്രത്യേക രീതികളുണ്ട്. ചിലപ്പം അവധൂതന്മാരുടെ കണ്ണുകൾ കാണും പ്രത്യേകത. കണ്ണുകളിൽ ചിലരുടെ മേലോട്ട് ഇങ്ങനെ ഇരിക്കും, ചിലർ സ്റ്റഡി ആയിരിക്കും. പക്ഷെ എന്ന് കരുതിയാലും നമുക്ക് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് പല ആളുകളും പല ആളുകളുടെ അനുഭവം കൊണ്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ പ്രാന്തം ഉള്ളവരുടെ പുറകെ പോകരുത് കേട്ടോ. അപ്പൊ അത് നമ്മളെ ശരിയായിട്ട് ബോധ്യപ്പെട്ടിട്ടേ ചെയ്യാവുള്ളൂ. നമ്മൾ അവരെ പിന്നെ മനസ്സുകൊണ്ട് സ്മരിക്കുക, അവരെ ശല്യം ചെയ്യരുത്. അത് നമ്മളിങ്ങനെ യാത്രയിലൊക്കെ അങ്ങനെ കാണുകയാണെങ്കിൽ, യാത്രയിലൊക്കെ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവരുടെ സമാധികളിൽ പോകാം. സമാധികളിൽ പോയി ഞാനീ പറഞ്ഞ 2ാമത്തെ രീതി ചെയ്താലും അനുഗ്രഹം കിട്ടും. 2ാമത്തെ രീതിയാണ് കുറച്ചുകൂടി നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമാധികളിൽ പോയി നമ്മൾ ധ്യാനിച്ചിരുന്ന് നിങ്ങളുടെ പക്കനാളിനോ പൗർണമി ദിവസമോ ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ഇതിലേതെങ്കിലും ഒരു ദിവസം പോകുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയി ഞാനീ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കണം. സ്വാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കരുത്. എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ കുടുംബം പോറ്റണം, എനിക്ക് ജീവിക്കണം, അത് എൻ്റെ ഒരു അവകാശമാണ്. അതിനെനിക്ക് അന്നന്നത്തേക്കുള്ള സമ്പത്തും ധനവും ബുദ്ധിയും ജ്ഞാനവും തരണേന്ന് പറഞ്ഞാൽ മതി. സഹായവും അവിടെ എല്ലാമായി അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് നന്ദി പറയുക, ഗുരുചരണം ശരണം പറയുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് അവിടെ സമർപ്പിക്കുക. അവിടെ സമർപ്പിക്കുന്ന കാര്യങ്ങളുടെ വലിപ്പത്തിലല്ല, നിങ്ങളുടെ മനസ്സിലാണ് അവിടെ കാര്യം. നെയ്യ്, സാമ്പ്രാണി, അതുപോലെ കർപ്പൂരം, അതുപോലെ ഒരു ദക്ഷിണ, ഇതൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു കാര്യമാണെങ്കിലും ഒരു കാര്യം സമർപ്പിച്ചാൽ മതി. നിങ്ങൾ അതോടൊപ്പം നിങ്ങൾക്ക് അവധൂതന്മാരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് രാവിലെ എഴുന്നേറ്റ് അവർക്ക് നന്ദി പറയണം, ഗുരുചരണം ശരണം പറയണം. അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. ഇപ്പോൾ ഒരു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് ഒന്നുകിൽ അറിവ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അതുപോലെ കല്യാണത്തിന് ബുദ്ധിമുട്ട് ഒരാളെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. അതുപോലെ
ഈ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാം. ഇങ്ങനെ അതുപോലെ നമ്മളിപ്പോൾ റോഡിലൊക്കെ കാണുമ്പം ചിലരുണ്ട് ഈ പട്ടിയൊക്കെ മനഃപൂർവ്വം വണ്ടി ഇടിക്കുന്നവരുണ്ട്. എനിക്ക് എന്തൊരു വിഷമം അറിയാം കാണുമ്പം. വെളുപ്പാൻ കാലത്തൊക്കെ റോഡിലൊക്കെ ചില പട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില അണ്ണാനായിക്കോട്ടെ, അല്ലെ ചില കീരി ആയിക്കോട്ടെ, ചില റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചത്ത് അരഞ്ഞു കിടക്കുന്നതാണ്. ഓരോരുത്തർ വെളുപ്പിനെയൊക്കെ പോകുന്നവർ വണ്ടി ഇടിക്കുന്ന എത്ര ഒരു ദുഷ്ട മനസ്സാണെന്നറിയാം അവരുടെയൊക്കെ. നമ്മൾ സഹജീവികളെ ഒരിക്കലും ഒരിക്കലും ഉപദ്രവിക്കരുത്. നമുക്ക് പറ്റുമെങ്കിൽ അതുങ്ങൾക്ക് ആഹാരം കൊടുക്കുക, അതുങ്ങളെ സംരക്ഷിക്കുക. നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ അതുങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക, സഹായം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോകരുത്. അപ്പൊ ഇങ്ങനെ സഹജീവികളോട് സ്നേഹം, അതുപോലെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, വെറുതെ വെട്ടി നശിപ്പിക്കരുത്. അതിനൊക്കെ വെള്ളം ഒഴിച്ച് അതിനെ പരിചരിക്കണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ അവധൂതന്മാരുടെ ശരിക്കുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. അവർക്ക് സ്നേഹം കൊടുക്കണം, അവരോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കണം, അവരുടെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ പറയണം, അവർക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. അതൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആ ഒരു അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ നമുക്ക് നല്ല അറിവ് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരുത്തനെ കുഴി ചാടിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കരുത്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ ഈ അവധൂതന്മാരുടെയൊക്കെ അനുഗ്രഹം കൂടി 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 വരും. മനസ്സിലായോ? നിങ്ങൾ ഈശ്വരനെ അറിയും, ഈശ്വരനെ നിങ്ങൾ അറിയും. അതാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ സത്യമുള്ള ഈശ്വരനെ നിങ്ങൾ അറിയും. അതാരും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഈ അവധൂതന്മാരുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവധൂത രഹസ്യം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. അതായത് ഈ സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാൽ മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ്. ഈ സൂര്യമണ്ഡലത്തില് ഇത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോണം. എനിക്ക് വരയ്ക്കാൻ സൗകര്യത്തിൽ ഞാൻ വരച്ചതേ ഉള്ളൂ. ഈ മോതിരവിരലിന് താഴെയുള്ള ഭാഗമായ സൂര്യമണ്ഡലത്തില് ഒരു രേഖ കാണുക. ആ രേഖയ്ക്ക് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് രേഖ കാണുക. എന്നിട്ട് ആ രേഖ ഇനിയും മുകളിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ വികസിച്ചു പോയാലും അല്ലെങ്കിൽ അടുത്ത് നിന്നാലും എങ്ങനെയാണേലും നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുക, പുതിയൊരു ബിസിനസ് ഉണ്ട്, ഭയങ്കര ലാഭമാണ്, പൈസ മുടക്കിയാൽ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ളത് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പാപ്പരാകും, പൈസ പോകും. അത് ഒരുപാട് പണം നഷ്ടപ്പെട്ട ആളുകളുടെ കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്തിനു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വലിയ രീതിയിൽ പണം നഷ്ടപ്പെട്ട് നിങ്ങൾ പെരുവഴിയിലാകാതിരിക്കാൻ വേണ്ടിയാണ്, പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, ലക്ഷങ്ങൾ ലാഭിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. ഇത് ഇങ്ങനെ രേഖയുള്ളവരുടെ അടുത്ത് ചില ആളുകൾ വരാം, വന്നിട്ട് ഇന്ന ബിസിനസ് ചെയ്യുക, ഭയങ്കര ലാഭമാണ്, മൊത്തം ലാഭമാണെന്ന് പറയും. പക്ഷെ ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ പണം പോകും. പിന്നെ ആരോട് ചോദിക്കാനാ? അങ്ങനെ ചില സാധ്യതകൾ ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഇങ്ങോട്ട് കടന്നു വരാം. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം അത് ഒഴിവാക്കണം. നിങ്ങൾക്ക് പറ്റുന്ന നല്ല ജോലി, അല്ലെ പറ്റുന്ന എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കൈ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. വലിയ പൈസ മുടക്കി ഉള്ള പരിപാടികൾക്ക് പോകരുത്. പണം നഷ്ടപ്പെടും, പിന്നെ കുടുംബം പോകും, വീട് പോകും, ജീവിതം പോകും. അങ്ങനെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. വലിയ നഷ്ടങ്ങൾ, സാമ്പത്തികം വലിയ രീതിയിൽ നഷ്ടപ്പെട്ടവരുണ്ട്, ഒന്നും ഇല്ലാതായി തീർന്നവരുണ്ട്. ആരും പെരുവഴിയിൽ ഇറങ്ങരുത്, ആരുടെയും വീട് നഷ്ടപ്പെടരുത്, ആരുടെയും കുടുംബം ഇല്ലാതാകരുത്, ആരും പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത് കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകളുടെ നമ്മൾ ദിവസവും പരിഹാരങ്ങൾ പറയുകയും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഈ പറഞ്ഞു തന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ലക്ഷങ്ങൾ അല്ലെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉപകരിക്കും. ഇത് ചെറുതായിട്ട് കാണരുത്, ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. ഒരു കുടുംബവും പെരുവഴിയിൽ ഇറങ്ങരുത്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഗുണം ചെയ്യും. സൂര്യമണ്ഡലം, മോതിരവിരലിന് താഴെയുള്ള ഭാഗം. പുരുഷന്മാർക്ക് ഇത് വലത് കൈ കൊണ്ട് ചിന്തിക്കണം, സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ട് ചിന്തിക്കണം. ഇനി ഞാൻ എൻ്റെ സൗകര്യത്തിന് കൈയെ വരച്ച് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അത് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഈ നമ്മുടെ വീട്ടില് ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. ഇപ്പം കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രേമം ഉണ്ടാകുന്നു. പ്രേമം ഉണ്ടായി കഴിയുമ്പം അത് കൂട്ടുകാരെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിക്കും. കൂട്ടുകാരെല്ലാം പറയും, ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാർ കാരണം ഈ ഒരു പരിധി വരെ പ്രശ്നത്തിൽ ചാടുന്ന കൂട്ടുകാരുടെ കയ്യിൽ നമ്മുടെ
മനസ്സങ്ങ് കൊടുക്കും. നമ്മളെ നിയന്ത്രിക്കുന്ന അവിടെ ആ പ്രശ്നം വരുന്നത്. പക്ഷെ അത് അവരുടെ കുറ്റമല്ല, നമ്മളെ നിയന്ത്രിക്കണം. അതിന് കൂട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് ചെറിയൊരു പ്രേമമാണെന്ന് വിചാരിച്ചു. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ചെറുക്കനും ഒരു പെൺകൊച്ചുമായിട്ട് ഉണ്ടായെന്ന് വിചാരിച്ചു. അത് ലാസ്റ്റ് വിവാഹത്തിലേക്ക് വരുമ്പോൾ ആദ്യം സമ്മതിക്കത്തില്ല. പിന്നെ വീട്ടുകാർ സമ്മതിച്ചെന്ന് വിചാരിച്ചു. വിവാഹം നടന്നെന്ന് വിചാരിച്ചു. വിവാഹം നടന്നു കഴിയുമ്പം ചില വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം ഇവർ ചിലപ്പം വീട്ടുകാർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയും. അങ്ങനെ ചില സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പോയി കഴിയുമ്പം ഇവർ ഒരു ലോഡ്ജ് റൂം എടുത്തോ അല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു അടിത്തറ വേണം. അത് പുരുഷനാണേലും സ്ത്രീ ആണേലും. പ്രേമിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. നിങ്ങൾ നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എത്ര നാൾ വേണേലും പ്രേമിച്ചു, കുഴപ്പമില്ല. സാമ്പത്തിക ഒരു നല്ല തൊഴിൽ വേണം, അതാ പ്രധാനം. അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര വേണേലും പ്രേമിച്ചു, അതിൻ്റെ അകത്ത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞ. നമുക്കൊരു അടിത്തറ വേണം, സാമ്പത്തിക അടിത്തറ വേണം. അല്ലെ പ്രേമമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. അപ്പം അതിന് നല്ലൊരു വിദ്യാഭ്യാസം വേണം, നല്ലൊരു ജോലി വേണം. സാധാരണ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് തട്ടിയും മുട്ടിയും ജീവിച്ചു പോവാം. അതുകൊണ്ട് നമുക്ക് നല്ല സാമ്പത്തികം ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ആർജിച്ചെടുക്കണം. സ്കില്ല് വേണം. അതിന് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുക. സാധാരണ ജോലി കൊണ്ട് നമുക്ക് കടം കയറി പോകത്തേ ഉള്ളൂ. നല്ല സാമ്പത്തികം കിട്ടുന്ന ജോലി, അതിനുവേണ്ടിയുള്ള പഠനം വേണം, അതിനുവേണ്ടിയുള്ള സ്കില്ല് വേണം. അതാണ് അടിത്തറ എന്ന് പറയുന്നത്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആർജിച്ചു കഴിഞ്ഞ് നിങ്ങൾ പ്രേമിക്കാതിരിക്കുവോ, എങ്ങനെ വേണേലും നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ കല്യാണം കഴിച്ചോ പ്രേമിച്ചോ എങ്ങനെ വേണേലും ജീവിച്ചോ. പക്ഷെ ഈ അടിത്തറ നഷ്ടപ്പെടുന്ന എവിടാന്നറിയോ? പഠിക്കുന്ന സമയത്ത് പ്രേമിക്കാൻ പോകും. അവിടാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. ഈ കൂട്ടുകാരൊന്നും കൂടെ കാണത്തില്ല. ഈ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഈ കൂട്ടുകാരോ ആരും കൂടെ കാണത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രേമം പോലും മനസ്സിൽ കാണത്തില്ല. അത് ഞാൻ ഈ എത്രയോ ആളുകളുടെ കൈരേഖ ഗ്രഹനില ജീവിതം കാണുന്നു, അനുഭവത്തിൽ എന്നാ പറയുന്നത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഇതുപോലെ ഒന്നും അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരെ എനിക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു കുട്ടികൾക്ക് ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോകണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. വെള്ളിയാഴ്ച അമ്മയ്ക്കൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയോ ചെമ്പരത്തിമാലയോ ഒക്കെ ചെയ്യുക. കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു സദ്ബുദ്ധി തെളിയും. നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ബുദ്ധി തെളിയും. ഇത് ഓരോ കാര്യം ചെയ്യാൻ ഓരോ സമയമുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി നേടേണ്ട സമയത്ത് ജോലി നേടണം, പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിക്കണം. കല്യാണം കഴിച്ചിട്ട് എത്ര വേണേലും പ്രേമിച്ചു. പക്ഷെ ഈ പഠിക്കുന്ന സമയത്ത് ഈ സമയം തെറ്റി ചെയ്യുമ്പോഴാണ് കുഴപ്പം. പഠിക്കുന്ന സമയത്ത് പ്രേമിക്കാൻ പോവുകയും പ്രേമിക്കേണ്ട സമയത്ത് അത് പ്രേമിക്കാനും പറ്റത്തില്ല. സാമ്പത്തികമില്ലെങ്കിൽ, നല്ലൊരു തൊഴിലില്ല, സാഹചര്യമില്ല. ഈ കാലം തെറ്റി ചെയ്യുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പൊ ഒരു സദ്ബുദ്ധി തെളിയുമ്പോൾ നമുക്ക് എങ്ങനെ എപ്പം ചെയ്യണമെന്ന് മനസ്സിലാവും. അതിന് ദേവാലയ ക്ഷേത്ര ദർശനങ്ങളെ ഈ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധി തെളിയും. അപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോവുക, ഈശ്വരനെയൊക്കെ വിളിക്കുക. നമ്മൾ ആ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. നമുക്ക് ജീവിതത്തിൽ ഒരു അടിത്തറ ഉണ്ടാകണം. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീക്കായിക്കോട്ടെ. നല്ലൊരു ജോലി സമ്പാദിക്കുക, അതിനുള്ള സ്കില്ല് നേടണം, അതിനുള്ള വിദ്യാഭ്യാസം നേടണം. എന്നിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കുകയോ ജീവിതം മുഴുവൻ പ്രേമിക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മളെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറക്കി പോകാൻ പറഞ്ഞാൽ നമുക്കൊരു ഇടം ഉണ്ടായിരിക്കണം, നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടായി പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈശ്വരാധീനം വേണം. ചില കാര്യങ്ങൾ ചില സമയങ്ങളിലേ ചെയ്യാവുള്ളൂ. സമയം തെറ്റി ചെയ്യരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിത്തവും ഇല്ല. പിന്നെ കാശില്ലാതായി കഴിയുമ്പോൾ അല്ലെ ജീവിതത്തിൽ ഒരു മോശം അവസ്ഥ കഴിയുമ്പോൾ പ്രേമവും പോവും. ഈ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. അതിന് ദൈവം ബുദ്ധി തെളിയിക്കണം. അതിനാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്ന ഈശ്വര. അതിന് ദേവാലയങ്ങളിൽ പോകുന്നതും സച്ചിന്ത ഉണ്ടാകുന്നതും, ഞാനീ പറഞ്ഞ പോലെ അവധൂതന്മാരുടെയൊക്കെ സമാധി പോകുന്നതും ഒക്കെ നല്ലതാണ്. അവധൂതന്മാരുടെ സമാധി പോയിട്ട് നിങ്ങൾ സന്യാസിയൊന്നും ഞാൻ പോകത്തില്ല. ശരിക്കും ഉള്ളൊരു സന്യാസി എന്ന് പറഞ്ഞാൽ 1,000,000 ഒരുവനെ ആകത്തുള്ളൂ. എല്ലാവരും ഒന്നും സന്യാസിയൊന്നും ആകത്തൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായി? അത് ഈശ്വരൻ തൊട്ട് അനുഗ്രഹിക്കണം. അത് 1,00,000 ഒരാൾക്കേ കിട്ടത്തുള്ളൂ. അവധൂതന്മാരുടെ സമാധി പോയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കുടുംബം, നല്ല വിവാഹം, നല്ല കുടുംബം, നല്ല സാമ്പത്തികം, തൊഴിൽ, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടായി വരും. നിങ്ങളുടെ ലൗകിക സുഖങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ അവധൂതന്മാർ സമാധി പോയതുകൊണ്ട് സന്യാസിയാകുമെന്നും വിചാരിക്കരുത് കേട്ടോ. അതൊക്കെ തെറ്റായ അറിവുകളാണ്.
ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് കുടുംബമായിട്ട് അവധൂത സമാധി വന്ന് പ്രാർത്ഥിച്ചു. അവരുടെയൊക്കെ നല്ല മക്കളെ, അവർക്ക് നല്ല വിവാഹം, നല്ല സാമ്പത്തികം, നല്ല കുടുംബം, ഇതൊക്കെ നല്ലതാണ്. നല്ല ഐശ്വര്യങ്ങളുണ്ടാവും. അപ്പൊ ഇതുപോലെ നന്മയുള്ള കാര്യങ്ങൾ അറിയണം, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ചുമ്മാ കുറെ കാര്യങ്ങൾ അറിയുന്നതിൽ, ചുമ്മാ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. അപ്പൊ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ആ നിലയിൽ പറഞ്ഞാണ് ആവശ്യമുള്ളവർ ഇതൊക്കെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശുഭോഹം ശുഭോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.